നമസ്കാരം. ശ്രീകല ദിനേശ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഭഗവത് നാമ മാഹാത്മ്യവും അജാമിളന്റെ മുക്തിയും കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇനി പറയാൻ പോകുന്നത്. അജാമിളൻ കിടന്ന കിടപ്പിൽ അവിടെ നടന്നതെല്ലാം കണ്ടു. യമപാശത്തിൽ നിന്നും മോചനം ലഭിച്ചതിനാൽ ഭയം തീർന്ന് സ്വസ്ഥനായി ഹരിദാസന്മാരെ ശിരസ നമസ്കരിച്ചു. അവരുടെ ദർശനത്താൽ ആനന്ദചിത്തനായി എന്തോ ചോദിക്കാൻ ഭാവിച്ചു. അപ്പോഴേക്കും അത്രയ്ക്കായില്ലെന്ന മട്ടിൽ ഹരിദാസന്മാർ തൽക്ഷണം പ്രത്യക്ഷരായി. യമനൂതന്മാർ പറഞ്ഞ വേദോക്ത ധർമ്മത്തെയും ഹരിദാസന്മാർ പറഞ്ഞ പരിശുദ്ധമായ ഭാഗവത ധർമ്മത്തെയും അജാമിളൻ ശ്രദ്ധിച്ചു കേട്ടു. അത് കേട്ട ക്ഷണത്തിൽ ഭക്തിമാനായി ഭവിച്ചു. തന്റെ ദുഷിച്ചതും ജുഗുപാസവഹവുമായ ജീവിതത്തെക്കുറിച്ച് കഠിന പശ്ചാത്താപം തോന്നി ഇപ്രകാരം വിലപിച്ചു. കഷ്ടം, മഹാപാപിയാ ഞാൻ. എന്റെ കുലത്തിന് തീരാ കളങ്കമുണ്ടാക്കി. സത്തുക്കൾ നിന്ദ്യമായി ഭവിച്ചു. എന്നെ എത്ര പഴിച്ചാലും പോരാ. വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഞാനല്ലാതെ വേറൊരവലംബമില്ലായിരുന്നു. അവരെ അശേഷം ഉപകാരസ്മരണ കൂടാതെ ഉപേക്ഷിച്ചു. സ്വാതിയും പതിവ്രതയുമായ ധർമ്മപത്തിയെ നിർദ്ദയം കൈവിട്ട് പലരുടെയും ഉച്ഛിഷ്ടവും മദ്യപാനിയുമായ വേശ്യയെ നാണമില്ലാതെ പ്രാപിച്ചു. എന്നെപ്പോലെ നീചനായി ആരുമില്ല. മാതൃപിതൃദ്രോഹിയും ഘോരമഹാപാപിയുമായി ഞാൻ ഏതേതു നരകയാതനകളെ അനുഭവിക്കുകയില്ല. ഇപ്പോൾ ഞാനിവിടെ കണ്ടതെല്ലാം സ്വപ്നമോ വാസ്തവം തന്നെയോ? എന്നെ രക്ഷിച്ച് അതിസുന്ദരമായ ആ 4 സിദ്ധന്മാരും എവിടെ പോയി? ആ മഹാനുഭാവന്മാരുടെ ദർശനം എനിക്ക് എങ്ങനെ കിട്ടി? അതിനു തക്കവിധം ഈ ജന്മത്തിൽ ഞാനൊരു പുണ്യവും ചെയ്തില്ലല്ലോ. മഹാപുണ്യവാന്മാർക്കല്ലാതെ അവരെ കാണാൻ കിട്ടുകയുമില്ല. ഞാൻ പൂർവ്വജന്മങ്ങളിൽ ഏതോ മഹത്തായ മംഗളകർമ്മം ചെയ്തിരിക്കുന്നു. അതല്ലെങ്കിൽ സദാചാരം തൊട്ടുതെറിക്കാത്തവനും വേശ്യാലംബനുമായ എന്റെ ദുഷിച്ച നാവിൽ വൈകുണ്ഠപതിയുടെ തിരുനാമം സ്ഥാനമെവിടെ? വഞ്ചകനും മഹാപാപിയും ബ്രഹ്മണ്യത്തെ കളഞ്ഞു കുളിച്ചവനും നാണം കെട്ടവനുമായ ഞാനെവിടെ? നാരായണ എന്ന പരമമംഗളമായ ഭഗവത് നാമം എവിടെ? ഏതായാലും കഴിഞ്ഞതെല്ലാം പോകട്ടെ. വൃഥാ കരഞ്ഞിട്ട് എന്തു ബലം? സ്ത്രീരൂപിണിയായ മായ എന്നെ ഇതേപോലെ കുരങ്ങു കളിപ്പിച്ചു. ഇനിമേലെങ്കിലും അധപ്പതിക്കാതെ നോക്കണം. അവിദ്യാകാര്യമായ ദേഹാഭിമാനം മൂലം ബലമായ വിഷയാശയ്ക്ക് വിധേയനായി അതിന്റെ പൂർത്തിക്കായി പല അധർമ്മങ്ങളെയും ചെയ്തുപോയി. ഇനി ഞാൻ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കും. അനർത്ഥഹേതുവായ ഗൃഹപുത്ര ധനാദികളിൽ ഭവിച്ച ബന്ധത്തെ വിവേകത്താൽ മുറിച്ചുകളയും. എന്നിട്ട് സർവഭൂത സുഹൃത്തായ ഭഗവാനെ ശരണം പ്രാപിക്കും. തിരുനാമ സങ്കീർത്തനാദികളിൽ പരിശുദ്ധമാക്കപ്പെട്ട മനസ്സിനെ ശ്രീകൃഷ്ണ ചരണ കമലങ്ങളിൽ ഉറപ്പിക്കും. ഹരിദാസന്മാരായ സാധുക്കളുടെ ക്ഷണനേര സംഘത്താൽ ഭഗവത് കൃപ പാലിച്ച അജാമിളന് ഇപ്രകാരം വിവേക വൈരാഗ്യമുണ്ടായി. ഗൃഹമാകുന്ന അന്ധകൂപത്തിൽ നിന്നും എന്നേക്കുമായി കരകയറി സകല ബന്ധങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞു പുണ്യക്ഷേത്രമായ ഹരിദ്വാരത്തിൽ പോയിരുന്ന് ശ്രീഹരിയെ ചിത്തത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഭജന കീർത്തന ധ്യാനാദികൾ ചെയ്തുകൊണ്ടിരുന്നു. അതിശീഘ്രം മുകുന്ദനിൽ ദൃഢഭക്തിയും പ്രപഞ്ച വൈരാഗ്യവും ലബ്ധമായി. സച്ചിദാനന്ദമൂർത്തിയായ ശ്രീകൃഷ്ണനിൽ ചിത്തം സുഗമമായി ലയിച്ചു. അപ്പോൾ മുമ്പ് കണ്ട ദിവ്യപുരുഷന്മാർ വിമാനത്തിൽ വന്ന് ദർശനം കൊടുത്തു. അജാമിളൻ അവരെ വീണ്ടും നമസ്കരിച്ചു. പ്രാരബ്ധ ശരീരത്തെ ഗംഗയിൽ ഉപേക്ഷിച്ചു. ഭഗവത് പാർഷദന്മാരുടെ ദിവ്യസ്വരൂപത്തെ താനും സ്വീകരിച്ച് അവരോടുകൂടി വിമാനമാർഗം ഭഗവാന്റെ പരമധാമത്തെ പ്രാപിച്ചു. അല്ലയോ പരീക്ഷിത്തെ, നിന്ദ്യമായ അധർമ്മങ്ങളെ ചെയ്ത് നരകത്തിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന വിടനായ അജാമിളൻ ഭഗവാന്റെ തിരുനാമത്തെ ആശ്രയിച്ച ക്ഷണത്തിൽ വിമുക്തനായി തീർന്നു. കർമ്മബന്ധത്തെ നശിപ്പിച്ച് ഭഗവത് പാദത്തെ പ്രാപിക്കുവാൻ തിരുനാമ സങ്കീർത്തനത്തെക്കാൾ ഉപരിയായി അന്യ ഉപായമില്ല. നിശ്ചയം. അന്യ ഉപായങ്ങൾ ഒന്നും തന്നെ വിഷയാസക്തിയെ നശിപ്പിക്കുന്നുമില്ല. നാമസങ്കീർത്തനമാവട്ടെ മനസ്സിനെ ദുർമാർഗത്തിൽ പോകാതെ ഭഗവത് ചരണങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അജാമിളൻ മരണസമയത്ത് ഒരു പ്രാവശ്യം ഹരിനാമം ഉച്ചരിച്ചു, അതും സാങ്കേതികമായിട്ട് മാത്രം. എന്നിട്ടും ഭക്തവത്സലൻ തന്റെ പദത്തെ കൊടുത്തു. അങ്ങനെയിരിക്കെ സദാചാരത്തോടും ശ്രദ്ധാഭക്തി വിശ്വാസത്തോടും നിരന്തരം തിരുനാമം കീർത്തിച്ചാൽ നിന്തിരുവടി എന്തു തന്നെ കൊടുക്കുകയില്ല. തിരുനാമ വൈഭവം തർക്കയുക്തിക്ക് അതീതമാണ്. അതിനാൽ ദീനാനുകമ്പികളായ മഹായോഗീശ്വരന്മാർ സംസാര ലോകത്തെ ഉദ്ധരിപ്പാനായി തിരുനാമത്തെ സ്വയം കീർത്തിച്ചും കീർത്തിപ്പിച്ചും നാമപ്രചരണം ചെയ്തും കൊണ്ടിരിക്കുന്നു. ആ കരുണാമൂർത്തികളുടെ പാദമൂലങ്ങളിൽ പറ്റി നിന്നുകൊണ്ട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഹേ കൃഷ്ണ കൃപാസിന്ധു, അടിയങ്ങൾക്ക് തൃപ്പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തിയും
തിരുനാമങ്ങളിൽ അടിയുറച്ച വിശ്വാസവും നാമസങ്കീർത്തനത്തിൽ രുചിയും തന്നനുഗ്രഹിക്കണേ. ഇതേപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.